ഡൗൺ സിൻഡ്രോം വിത്ത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ബാധിച്ച വിഷ്ണു അമർനാഥിനെ പോലുള്ള കുഞ്ഞുങ്ങളെ നൃത്തം പഠിപ്പിക്കുന്നത്. വിഷ്ണു ഇപ്പൊ ഇവിടെ അവതരിപ്പിച്ചത് ദേവി വർണ്ണം എന്ന ഇനമാണ്. ഭരതനാട്യത്തിലെ തന്നെ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇനമാണ് വർണ്ണം. ഇവിടെയുള്ള നർത്തകന്മാർക്കെല്ലാം അറിയാതെ. പക്ഷെ ഭൗതിക തലത്തിൽ ബാധിച്ച വിഷ്ണു അതിന്റെ എല്ലാ ചടുലതയും ഉൾക്കൊണ്ട്, അതിന്റെ എല്ലാ ഭാവവും ഉൾക്കൊണ്ട് തന്നെയാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. അത് തികച്ചും അമ്പരപ്പിക്കുന്ന വിഷയം തന്നെയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അൻപേറും തായേ മധുരൈ മീനാക്ഷി നമ്പിനേ ഉന്നൈ മഹിഷമദനേ. അൻപേറും തായേ മധുരൈ മീനാക്ഷി. മധുരൈ മീനാക്ഷി നമ്പിനേ ഉന്നൈ മഹിഷമദനേ. അൻപേറും തായേ മധുരൈ മീനാക്ഷി നമ്പിനേ ഉന്നൈ മഹിഷമദനേ. അൻപേറും തായേ മധുരൈ മീനാക്ഷി നമ്പിനേ ഉന്നൈ മഹിഷമദനേ. അൻപേറും തായേ മീനാക്ഷി നമ്പിനേ ഉന്നൈ മഹിഷമദനേ. അൻപേറും തായേ മധുരൈ മീനാക്ഷി. തിരുമണക്കോലത്തേഴും കുമരിയേ കുമ്പിടുമടിയാകളെ കാത്തിരുന്നായേ. തിരുമണക്കോലത്തേഴും കുമരിയേ കുമ്പിടുമടിയാകളെ കാത്തിരുന്നായേ. തിരുമണക്കോലത്തേഴും കുമരിയേ കുമ്പിടുമടിയാകളെ
എതിരിയായുലകിൽ ചണ്ഡികെ പറന്തവേ കൈതകവഞ്ചരി അൻപെടും ശിവകാമി അറിവാളിയെ കായാമകമൻ നീതാരെന്ന് ദേവി അൻപേടും തായേ മധുരയിലാക്കി വരമരുണം ബികയെ കാമാക്ഷി ത്രിപുര സുന്ദരി ദേവി വരമരുളോംബികയെ കാമാക്ഷി ദേവി വിഷ്ണു അമർനാഥ്. വിഷ്ണു അമർനാഥിന്റെ ഡാൻസിനെ കുറിച്ച് സുകന്യയോട് ചോദിക്കുന്നതിന് മുമ്പ്, കാരണം സുകന്യ ഒരു നർത്തകിയാണ്, വിഷ്ണു അമർനാഥ് എന്ന പെർഫോമർക്കാണോ നിങ്ങൾ കൈയടിച്ചത്, അതോ വിഷ്ണു അമർനാഥ് എന്ന വൈകല്യമുള്ള കുട്ടിക്ക് സിമ്പതിയായിട്ട് കൈയടിച്ചതാണോ? ആദ്യത്തേതാണെങ്കിൽ ഒന്നുകൂടി വേണം. ഇവിടെ കണ്ട ഓരോ കുട്ടികളും അവരുടെ പ്രകടനം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇതൊരു താരനിശ പോലെ അതിഗംഭീരമായ പ്രകടനമായിരിക്കും. 1000-ഉം 2000-ഉം ടിക്കറ്റ് എടുത്ത് കാണുന്ന താരനിശയ്ക്കപ്പുറത്തേക്ക് നമ്മുടെ സമയവും നമ്മുടെ മനസ്സും നമ്മുടെ കയ്യടിയും ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് ശാസ്ത്രീയമായി തെളിയിച്ചത് ഇന്ന് അവർ മറ്റാരെക്കാളും മിടുക്കരായി വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന്. ഇനി സുകന്യയോട്. സുകന്യ, ശരിക്കും ഇവിടെ ഡാൻസ് പഠിച്ച ഒരുപാട് പേരുണ്ടാവും. ഞാൻ ഡാൻസ് പഠിച്ചിട്ടേ ഇല്ല, കണ്ട് ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷെ മുദ്രകൾ, അംഗചരണങ്ങൾ എങ്ങനെ ഇത്രയും കൃത്യമായി? വിഷ്ണു ഇപ്പൊ ഇവിടെ അവതരിപ്പിച്ചത് ദേവി വർണ്ണം എന്ന ഇനമാണ്. ഭരതനാട്യത്തിലെ തന്നെ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇനമാണ് വർണ്ണം. ഇവിടെയുള്ള നർത്തകിമാർക്കും എല്ലാം അറിയാതെ, പക്ഷെ ഭൗതിക തലത്തിൽ ബാധിച്ച വിഷ്ണു അതിന്റെ എല്ലാ ചടുലതയും ഉൾക്കൊണ്ട്, അതിന്റെ എല്ലാ ഭാവവും ഉൾക്കൊണ്ട് തന്നെയാണ് ഇന്നിവിടെ അവതരിപ്പിച്ചത്. അത് തികച്ചും അമ്പരപ്പിക്കുന്ന വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ക്രോമസോമിന്റെ ഒരു ചെറിയ മാറ്റമാണ് ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി. ആർക്കും വരാം. നമ്മുടെ വീട്ടിലൊരു കുട്ടിക്ക് വരുമ്പോൾ ആ കുട്ടിയെ മാറ്റി നിർത്താൻ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ഇതുപോലുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെന്ന് തെളിയിക്കുന്ന മക്കൾ ഉണ്ടാകണം. ഇനി നാളെ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ടവരാണ്, അതുകൊണ്ട് ഈ കുട്ടികൾ അവരുടെ കഴിവിന് ഞങ്ങൾ ബ്രാൻഡ് അംബാസഡർ ആണ് എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ നൽകുന്ന ഈ സമയത്തിനാണ്, നിങ്ങൾ ഈ കുട്ടികൾക്ക് നൽകുന്ന പ്രോത്സാഹനത്തിനാണ് ആദ്യം ഒരു വലിയ കൂപ്പുകയും. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എൽദോ നിങ്ങളെ അമ്പരപ്പിക്കും. കാരണം ഇവിടെ കാണാൻ പോകുന്നത് ഞാൻ പറയുന്നില്ല. പറയണ്ട.